35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവേശനോത്സവം കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് HM MN ബർജിലാൽ മാഷ് അറിയിച്ചു. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൻ്റെ 2022-23 അധ്യയന വർഷത്തിൽ അനുവദിച്ച ഫണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണിത് പൂർത്തിയാക്കിയ 2 കോടി രൂപയുടെ പുതിയ കെട്ടിടം, അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ ജൂൺ 2-ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകൾ ഓൺലൈനിലൂടെ നിർവഹിക്കുന്നത്. നമുക്കറിയാം, 115 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് UP സ്കൂൾ കിള്ളിമംഗലം. 1909 നവംബർ മാസത്തിലാണ് ഈ വിദ്യാലയം ആരംഭിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രദേശത്ത് അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഒരു നാടിൻ്റെ വെളിച്ചമായി നിലകൊള്ളുന്ന വിദ്യാലയമാണ്. ആദ്യഘട്ടത്തിൽ 2018-19 അധ്യയന വർഷത്തിൽ അനുവദിച്ച 1,30,00,000 രൂപയുടെ കെട്ടിടം 2020-ൽ പൂർത്തിയാവുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളുടെ ഈ കെട്ടിടത്തിൻ്റെ, പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രവർത്തനങ്ങളും. അടുക്കളയോട് കൂടിയ കെട്ടിടമാണ് നമുക്ക് നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. കിള്ളിമംഗലത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന് നാഴികക്കല്ലാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനതയുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടിടം പൂർത്തിയാവുകയും കുട്ടികൾക്ക് ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടി ഇരുന്ന് പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ സന്തോഷത്തിന് കാരണമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇവിടെ മറ്റ് വിദ്യാലയങ്ങളോടൊക്കെ ഒപ്പം നിന്ന് പൊരുതുവാനായിട്ട് കുട്ടികളുടെ സമഗ്രമായ വളർച്ച, അത് അധ്യയന മേഖലയിൽ മാത്രമല്ല, കല, കായിക, ശാസ്ത്രമേളകളിലുമൊക്കെ നിരന്തരം കിള്ളിമംഗലം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പേര് എല്ലായിടത്തും എത്തിക്കുവാനായി നമുക്ക് കഴിയുന്നുണ്ട്. അതൊരു വലിയ ഈ ഒരു സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി നമുക്ക് ഈ കെട്ടിടങ്ങൾ അനുവദിച്ചു തന്നിട്ടുള്ള ഇപ്പോഴത്തെ MLA, മുൻപ് ശ്രീ UR പ്രദീപും മുൻപ് അനുവദിച്ച 1,30,00,000 രൂപ, ഇപ്പോഴത്തെ നമ്മുടെ ആലത്തൂർ MP, അദ്ദേഹം മുൻപ് മന്ത്രിയായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ 2 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹം അനുവദിച്ച സർക്കാരിൻ്റെയും വിദ്യാഭരണത്തിൻ്റെയും ഭാഗമായുള്ള ഫണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഇടപെടൽ, ഈ ഒരു നാടിൻ്റെ, ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ജനതയുടെ, നമ്മുടെ PTA-യുടെ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ടാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് അനുകൂലമായി വന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി പോകുവാനുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ വിദ്യാലയമാക്കി മാറ്റുവാനായി, അതിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും. നമ്മൾ അക്ഷരവെളിച്ചം എന്ന് പറയുന്ന തനത് പദ്ധതി 2013 വർഷം മുതൽ ഈ വിദ്യാലയത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരു വർഷം നമ്മൾ നിറമേളം 2025 എന്ന പേരിലാണ് ഈ ഒരു വർഷം മുഴുവൻ കൊണ്ടാടുന്നത്. തീർച്ചയായും ഈ വിദ്യാലയത്തിന് നിറമേളം ഒരുക്കുവാനായി ഈ വിദ്യാലയത്തിലെ എല്ലാവരും, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ അധ്യാപകർ എല്ലാവരും ഒപ്പം ചേർന്ന് നിന്ന്, ഈ നാടിനൊപ്പം നിന്ന്, ഈ നാട്ടുകാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ നാളത്തെ സുദിനത്തിലേക്ക് എല്ലാവരെയും നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നിറമേളം 2025. ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തുടർച്ചയായ 2ാം വർഷവും പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം കിള്ളിമംഗലം UP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതും നമുക്ക് കിട്ടുന്ന ഒരു വലിയ അഭിമാനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലയിലും നമ്മൾ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പ്രവേശനോത്സവം കൂടി നമുക്കിങ്ങോട്ട് വരുന്നത്. ബ്ലോക്ക് തല പ്രവേശനോത്സവം കൂടി ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ഈ കെട്ടിടം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി
ഓൺലൈനിലാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവവും നമ്മുടെ ശിലാഫലകവും അനാച്ഛാദനം ചെയ്യുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ MP ആണ്. അതുപോലെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ചേലക്കരയുടെ MLA ശ്രീ UR പ്രദീപ് അവർകളാണ്. കൂടാതെ ഇവിടെ മുഖ്യാതിഥികളായി പങ്കെടുത്തുകൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KM അഷ്റഫ്, അതുപോലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി V തങ്കമ്മ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി KR മായ, അതുപോലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ P കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്, ശ്രീ KP ശ്രീജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ AK ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി നിർമ്മല രഘുകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി രമണി തലച്ചിറ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്, ശ്രീ രാമദാസ് കറാത്ത് വാർഡംഗം, ശ്രീ KV സതീശൻ വാർഡംഗം, ശ്രീമതി രാജശ്രീ KK വാർഡംഗം, ശ്രീ KC ശിവദാസൻ പ്രസിഡന്റ് കിള്ളിമംഗലം ഫാർമേഴ്സ് സഹകരണ ബാങ്ക്, ഡോക്ടർ ബിനോയ് NJ സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ, ശ്രീ രമേശ് NK വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ, ശ്രീമതി ഷീജ കുനിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വടക്കാഞ്ചേരി, ശ്രീ പ്രമോദ് K BPC പഴയന്നൂർ BRC, ശ്രീ കുഞ്ചു വാസ്തവൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റ് കിള്ളിമംഗലം വായനശാല, ശ്രീ K വിജയാനന്ദ് പ്രസിഡന്റ് പാഞ്ഞാൾ വായനശാല, ശ്രീമതി T ചന്ദ്രിക മുൻ പ്രധാനാധ്യാപിക, ശ്രീമതി PS സുഷമ മുൻ പ്രധാനാധ്യാപിക, ശ്രീ AK സൈതലവി വികസന സമിതി ചെയർമാൻ, ശ്രീമതി ബിന്ദു കയർ സീനിയർ അധ്യാപിക, ശ്രീമതി ലക്ഷ്മി KB സ്റ്റാഫ് സെക്രട്ടറി, ശ്രീമതി വിദ്യാ രാധാകൃഷ്ണൻ മാതൃസംഘം പ്രസിഡന്റ്, ശ്രീമതി മോനിഷ KM SMC ചെയർപേഴ്സൺ. നന്ദി പറയുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് TR മണികണ്ഠനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നല്ല ദിവസത്തിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്.